നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരം NDA ഫാളുവിൻ്റെ ഇൻഡിവിജ്വൽ മൊമെന്റ്സ് ആണ് നമ്മൾ ഈ അനാലിസിസ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് ചെക്ക് ഔട്ട് വിഷ്വൽസ് ഫ്രം വീഡിയോ അനാലിസിസ് സോഫ്റ്റ്വെയർ. കളിയുടെ 4-ാം മിനിറ്റിൽ ജിതിൻ MS മിഡിൽ നിന്ന് ചിപ്പ് ചെയ്ത് സ്ട്രൈക്കറിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. പന്ത് കറക്റ്റ് ജഡ്ജ് ചെയ്ത് ഫാളു അത് ചെസ്റ്റിലെടുക്കുകയാണ്. ഗുഡ് പ്ലെയറും ബെസ്റ്റ് പ്ലെയറും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കാണാം. നോർമലി ഒരു ലോങ് ബോൾ വേണമെങ്കിൽ ഡിഫൻഡർക്ക് പ്രഷറിൽ ഹെഡ് ചെയ്താൽ കറ്റാം, ആ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ ആരും കുറ്റം പറയില്ല. എന്നാൽ അത് കോൺഫിഡൻസോടുകൂടി അദ്ദേഹം ചെസ്റ്റിലെടുക്കുകയാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അറ്റാക്കർ അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ പോകുന്നു. ചെസ്റ്റിൽ നിന്ന് പന്ത് താഴേക്ക് വീഴുമ്പോഴേക്കും അദ്ദേഹം തന്റെ വലത് കാല് കൊണ്ട് പന്ത് തട്ടി റൈറ്റ് സൈഡിലേക്ക് ഇടുന്നു. അതായത് സ്ട്രൈക്കറുടെ റണ്ണിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അവിടുന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് തന്നെ പാസ് ചെയ്യുന്നു. ഹി ഹാൻഡിൽ ദ സിറ്റുവേഷൻ എക്സ്ട്രീംലി വെൽ. ഇറ്റ് ഷോസ് ഹിസ് എക്സലന്റ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ പ്രഷർ. ഒരുപാട് ഡിഫൻസീവ് ഡ്യൂട്ടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ 90 മിനിറ്റിലെ എല്ലാ ഇവന്റുകളും ചേർത്ത് വെച്ചുള്ള പെർഫോമൻസ് അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാർക്കറ്റ് മൂവ്മെന്റിൽ ഏറ്റവും നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് NDA ഫാളു. 7-ാം മിനിറ്റിൽ വിങ്ങിൽ ജിതിൻ MS വിപിനെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് അകത്തേക്ക് കിടക്കുകയാണ്. അവിടെ നിന്നൊരു ഗ്രൗണ്ട് ക്രോസ്. ഫാളു അത് കൃത്യമായി ജഡ്ജ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു. ഒരു സെന്റർ ബാക്ക് എന്ന രീതിയിൽ ഡ്യൂട്ടീസ് കൃത്യമായി നിർവഹിക്കപ്പെട്ടു. നെക്സ്റ്റ് ഇവന്റ് 18-ാമത്തെ മിനിറ്റിൽ സഹീഫിൽ നിന്ന് ഫാളുവിലേക്ക് ഒരു പാസ് വരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അറ്റാക്കർ ഫാളുവിനെ പ്രസ് ചെയ്യുന്നു. അണ്ടർ പ്രഷറിൽ അദ്ദേഹം ഒരു ലോങ് പാസ് റൈറ്റ് വിങ്ങിൽ ഹോമി പാമിലേക്ക് നൽകുന്നു. ആ പാസ് അത്ര ആക്യുറേറ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഹോമി പാം ഓടിച്ചെന്ന് അതൊരു ബാക്ക് ഹീൽ ചെയ്യുന്നു. അടിപൊളിയായിരുന്നു അത്. 19-ാം മിനിറ്റിൽ സെന്റർ ബാക്ക് ആന്റിയുടെ കാലുകളിൽ നിന്ന് ഒരു ലോങ് പാസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ പുറകിലേക്ക് വരുന്നു. ഇവിടെ സ്ട്രൈക്കർ NDA ഫാളുവിന്റെ പുറകിലൂടെ ഓടിക്കയറുകയാണ്. ഈ ഇവന്റ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഇത്തരത്തിലുള്ള ഓടിക്കയറുകൾ നമ്മൾ തടയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവിടെ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് അല്ല. കാരണം ഇവിടെ അദ്ദേഹത്തിന്റെ മുമ്പിലും പുറകിലും 2 നോർത്ത് ഈസ്റ്റ് കളിക്കാരുണ്ട്. രണ്ടുപേരെയും ഒരുമിച്ച് മാർക്ക് ചെയ്യുക ടഫായിരിക്കും. എന്നിരുന്നാലും സ്ട്രൈക്കറിലേക്ക് പന്ത് എത്തുന്ന സിറ്റുവേഷൻ മുതൽ അദ്ദേഹം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അത് നമ്മുടെ ഒരു ഗോൾ കിക്ക് മാത്രമായി. 21-ാമത്തെ മിനിറ്റിൽ പന്ത് ഡാനിഷ് ഫറൂഖിലേക്ക് എത്തുന്നു. ഡാനിഷ് ഫറൂഖ് അത് NDA ഫാളുവിലേക്ക് കൈമാറുന്നു. സ്ട്രൈക്കർ ഫാളുവിനെ പ്രസ് ചെയ്യാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അണ്ടർ പ്രഷറിൽ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന പാസ് ചെയ്യാനുള്ള കഴിവ് മുൻ മത്സരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ചെറിയ ഗ്യാപ്പിലൂടെ അദ്ദേഹത്തിന്റെ ആ ലൈൻ ബ്രേക്കിംഗ് പാസ് കൃത്യമായിട്ട് മിഡിൽ ഫ്രീ ആയി നിൽക്കുന്ന ബെനാരിഫിലേക്ക് എത്തുന്നു. ദിസ് പാസ് ഈസ് എൻ ലേണിംഗ് മൊഡ്യൂൾ ഫോർ യങ് സെന്റർ ബാക്സ്. ബെനാരിഫ് ആ പാസ് സ്വീകരിച്ച് ഓൺ ദി സ്പോട്ടിൽ ടേൺ ചെയ്ത് മുൻപിലേക്ക് ഓടുന്ന സ്ട്രൈക്കർ ബെർത്തോമിയിലേക്ക് ഒരു അടിപൊളി പാസ് നൽകുന്നു. 2 പാസുകൾ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നു. എന്നാൽ ആ പാസ് സ്വീകരിച്ച് ഷോട്ട് എടുക്കാൻ വേണ്ടി വിക്ടറിനെ സാധിക്കുന്നില്ല. 24-ാം മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബർത്തോമിയോയിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിലേക്ക് വന്ന ഒരു പാസ്, അതൊരു ലോങ് പാസ് ചെയ്യാൻ വേണ്ടി കിക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷെ കോൺടാക്ട് ലഭിച്ചില്ല. പന്ത് തട്ടി വീണത് തൊട്ടടുത്തുള്ള നോർത്ത് ഈസ്റ്റ് കളിക്കാരന്റെ കാലുകളിലേക്ക്. അതൊരു ഡേഞ്ചർ ആവുമായിരുന്നു, പക്ഷെ നോർത്ത് ഈസ്റ്റിന് അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. 26-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എതിർ ടീം ബോക്സിൽ. പക്ഷേ നോർത്ത് ഈസ്റ്റ് അതേ സമയം നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്ക്. സ്ട്രൈക്കർ ഡിഫൻസിന്റെ പുറകിലേക്ക് റൺ എടുക്കുന്നു. ബെക്കെ ഓറത്തിന്റെ ഒരു ലോങ് പാസ്. ഇവിടെ സ്ട്രൈക്കറെ മാർക്ക് ചെയ്യുന്നതിൽ ചെറിയൊരു പിഴവ് പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് വന്ന കൗണ്ടർ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ്. എന്നാലും എതിർ ടീമിന് ഒരു അവസരവും അദ്ദേഹം നൽകുന്നില്ല. ആ പന്ത് പിച്ച് ചെയ്ത് സ്ട്രൈക്കറിലേക്ക് എത്തും മുമ്പ് എന്തെങ്കിലും ഒരു അക്രോബാറ്റിക് എഫേർട്ടിലൂടെ ചാട്ടി അടിച്ച് പന്ത് ക്ലിയർ ചെയ്യുകയാണ്. 33-ാമത്തെ മിനിറ്റിൽ വീണ്ടും റൈറ്റ് വിങ്ങിൽ നിന്നുള്ള ഒരു ക്രോസ്. ഇത്തവണ സ്ട്രൈക്കറെ കൃത്യമായി ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ഹെഡർ ചെയ്ത് അകറ്റുകയും ചെയ്യുന്നു. എഗെയിൻ 36-ാമത്തെ മിനിറ്റിൽ റൈറ്റ് വിങ്ങിൽ നിന്ന് ജിതിൻ സെന്ററിലേക്ക് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു. സ്ട്രൈക്കർ അത് ഒരു ബാക്ക് ഹീൽ ചെയ്ത് താഴേക്ക് ഓടുന്ന കളിക്കാരനിലേക്ക് കൊടുക്കുന്നു. പക്ഷേ NDA ഫാളു ആ സിറ്റുവേഷൻ വളരെ നന്നായിട്ട് റീഡ് ചെയ്യുകയും ആ പന്ത് നോർത്ത് ഈസ്റ്റ് കളിക്കാരന് കിട്ടുന്നതിന് മുമ്പേ അതിന് ഓടിച്ചെന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലെ ഓരോ ക്ലിയറൻസിന് ശേഷവും ഓരോ ബ്ലോക്കിന് ശേഷവും അദ്ദേഹത്തിന്റെ ഒരു അലർച്ചയുണ്ട്. ഒരു ഡിഫൻഡറുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നതിൽ അദ്ദേഹം എത്രത്തോളം പാഷനേറ്റ് ആണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം അത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. 38-ാമത്തെ മിനിറ്റിൽ റൈറ്റ് വിങ്ങറിലേക്ക് നോർത്ത് ഈസ്റ്റിന്റെ ഡിഫൻഡേഴ്സിന്റെ കാലുകളിൽ നിന്നൊരു ലോങ് ബോൾ വരികയാണ്. ജിതിൻ MSലേക്ക് പന്ത് എത്തുമ്പോൾ സഹീഫിനെ അവിടെ എവിടെയും കാണാനില്ല. റൈറ്റ് വിങ്ങറെ വിട്ട് മിഡിലുള്ള ബിറ്റ്വീൻ ദ ലൈൻസിൽ കളിക്കുന്ന മിഡ്ഫീൽഡറെ അദ്ദേഹം മാർക്ക് ചെയ്യാൻ പോയതാണ് റൈറ്റ് വിങ്ങിൽ ജിതിൻ MS ഫ്രീ ആവാൻ കാരണം. പന്ത് ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം വൈ എന്ന ചോദ്യത്തോടു കൂടി കൈ വിടർത്തുന്നതായി കാണാൻ സാധിക്കും. ഭാഗ്യവശാൽ ആ പന്ത് കൺട്രോൾ ചെയ്യാൻ ജിതിൻ MSന് സാധിക്കുന്നില്ല. അതൊരു ത്രോയിനായി മാറുന്നു. ഉടനെ തന്നെ അദ്ദേഹം സഹീഫിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്.
ഒരു ലീഡർ എന്നൊന്നും നമുക്ക് ഇതുകൊണ്ട് മാത്രം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഡിഫൻസിൽ അനിവാര്യമാണ്. ഈ ഇവന്റ് മുതൽ പിന്നീട് അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെടുന്തൂൺ NDA ഫാളുവായിരുന്നു. എക്സലന്റ് പെർഫോമൻസ്. 41th മിനിറ്റിലെ ഗോളിന്റെ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. അതിന് വഴിവെച്ച് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു. രണ്ടാം പകുതിയുടെ കിക്ക് ഓഫിൽ തന്നെ അദ്ദേഹം ഒരു ലോങ് പാസ് ലെഫ്റ്റ് വിങ്ങിലേക്ക് നൽകുന്നുണ്ടായിരുന്നു. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പാസ് ആയിരുന്നു മുമ്പിലേക്ക് ലഭിച്ചത്. സ്ട്രൈക്കറുമായി ഒരു വൺ ടച്ച് കോമ്പിനേഷൻ പ്ലേ നടത്താൻ വേണ്ടി കെവിൻ അവിടെ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. 46ാമത്തെ മിനിറ്റിൽ അവരുടെ ഫുൾ ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് വന്ന ഒരു ലോങ് ത്രൂ പാസ് തന്റെ പീസ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രൈക്കറെ ഫോളോ ചെയ്യാൻ വേണ്ടി ഡാനിഷ് ഫറൂഖിന് സാധിച്ചെങ്കിലും സ്ട്രൈക്കറുമായി ഒരു ഫിസിക്കൽ കോൺടാക്ട് വന്നപ്പോൾ ഡാനിഷിന്റെ ബാലൻസ് പോയി. ബോക്സിലെ ഡേഞ്ചർ സ്പേസിൽ വെച്ച് സ്ട്രൈക്കർക്ക് പന്ത് ലഭിക്കുന്നു. അദ്ദേഹം അത് ഫസ്റ്റ് ടൈം തന്നെ ക്രോസ് ചെയ്യുന്നു. എന്നാൽ ആ ക്രോസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനും കറക്റ്റ് പൊസിഷനിലെത്തി അത് ക്ലിയർ ചെയ്യാനും NDA ഫാളുവിന് സാധിച്ചു. അങ്ങനെ റൈറ്റ് ടൈമിൽ അവിടെ എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അദ്ദേഹം കൂളായി ചെയ്യുന്നത് കൊണ്ട് നമുക്കത് സിമ്പിളായി തോന്നുന്നു. 56ാമത്തെ മിനിറ്റിൽ സെയിം കൈൻഡ് ഓഫ് പാസ് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു. പാർത്ഥിബ് അത് ചെസ്റ്റ് സ്വീകരിച്ചെങ്കിലും NDA ഫാളുവിന്റെ ഫിസിക്കൽ കോൺടാക്റ്റിൽ പിന്നീട് അത് പൂർണ്ണമായും വരുതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. NDA ഫാളു ഓൺ ദ സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്യുന്നു. ആ ക്ലിയറൻസിന് ശേഷവും അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രേഷൻ നമുക്കവിടെ കാണാം. അദ്ദേഹത്തിന്റെ മറ്റു മൊമെന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇനിയുള്ള മാച്ച് ഡേകൾക്കിടയിൽ വലിയ ഗ്യാപ്പ് ഉണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും പ്ലെയറിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അനാലിസിസുകൾ നമുക്ക് ആ സമയം നടത്താവുന്നതാണ്. ഇപ്പോൾ കെവിൻ ആയാലും ഡാനിഷ് ആയാലും വേറെ ഏത് പ്ലെയർ ആയാലും അവർ ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ ഇഴകീറി പരിശോധിക്കാം. ആ ഗ്യാപ്പിനുള്ളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഏത് പ്ലെയറാണ് വേണ്ടതെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചാൽ മതി. 59ാമത്തെ മിനിറ്റിൽ വീണ്ടും ഡിഫൻസിന്റെ പുറകിലേക്ക് ഒരു ലോങ് ബോൾ വരുന്നു. സ്ട്രൈക്കർ അത് കളക്ട് ചെയ്തുകൊണ്ട് ഫാളുവിനെ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ അതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിന് വന്ന ജിതിൻ MS പന്ത് ലേ ഓഫ് ചെയ്ത് അദ്ദേഹം സ്ട്രൈക്കർ പൊസിഷനിലേക്ക് പോകുന്നു. ജിതിൻ MS NDA ഫാളുമായിട്ട് 1 vs 1 ഏർപ്പെടുന്നു. എന്നാൽ ഇവിടെ ജിതിൻ MS പരാജയപ്പെടുന്നു. ഫാളുവിന്റെ നീളൻ കാളുകൾ കൊണ്ട് അദ്ദേഹം ഒരു സ്റ്റാൻഡിങ് ടാക്കിൾ ചെയ്യുന്നു, പന്ത് ക്ലിയർ ചെയ്യുന്നു. 65ാമത്തെ മിനിറ്റിൽ നോർത്ത് ഈസ്റ്റിന്റെ റൈറ്റ് സൈഡിൽ നിന്നും അവരെടുക്കുന്ന ഒരു കോർണർ കിക്ക്. ഉയർന്നു വന്ന പന്ത് ജമ്പ് ചെയ്ത് അദ്ദേഹം ക്ലിയർ ചെയ്യുന്നു. സെന്റർ ബാക്കിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് നോട്ട് ചെയ്യണം. ഹെഡിങ് ക്ലിയറൻസിന് ഇതുപോലെ പവർ ഉണ്ടായിരിക്കണം. എതിർ ടീം അംഗങ്ങൾ ഇല്ലാത്ത സ്പേസിലേക്കായിരിക്കണം നിങ്ങൾ ഹെഡ് ചെയ്തിടേണ്ടത്, അല്ലെങ്കിൽ ആ ക്ലിയറൻസ് അതുപോലെ ഡേഞ്ചറായി തിരിച്ചു വരും. ഫാളുവിന്റെ ഇവിടുത്തെ ബോൾ ജഡ്ജ്മെന്റും ക്ലിയറൻസും കൃത്യം തന്നെ. അതുപോലെ 66ാമത്തെ മിനിറ്റിൽ നോർത്ത് ഈസ്റ്റിന്റെ ലെഫ്റ്റിൽ നിന്നുള്ള ഒരു ഫ്രീ കിക്ക്, അതും കൃത്യം പാർത്ഥിബിന് കണക്കായിട്ട് നമ്മുടെ ബോക്സിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പാർത്ഥിബ് തൊടു മുമ്പേ തന്നെ അത് അദ്ദേഹം ക്ലിയർ ചെയ്യുന്നു. ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് ഓരോ തവണ പന്ത് ബോക്സിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയൊക്കെ അവർക്ക് തടയായി NDA ഫാൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ അദ്ദേഹം ഒരു യെല്ലോ കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഗോൾ കീപ്പറിലേക്ക് എത്തുന്ന പന്ത് വ്യക്തിയിലേക്കാണോ സ്പേസിലേക്കാണോ എന്നറിയില്ല, അത് റൈറ്റിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഫാള് പറയുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഫാളുവിന്റെ മുമ്പിലെ സ്പേസിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. പക്ഷെ അത് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നേരെ പോയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പ്ലെയറിലേക്ക്. ജിതിൻ അത് എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഫാളു അദ്ദേഹത്തെ കാലുകൊണ്ട് അടിച്ചു വീഴ്ത്തി. അതിന് അദ്ദേഹം ഒരു യെല്ലോ കാർഡ് വാങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ ജിതിന് പാസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് ഡേഞ്ചർ ആണെന്ന് ഫാളുവിന് അറിയാം. ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു സാക്രിഫൈസ് തന്നെയാണ് ആ യെല്ലോ കാർഡ്. ഇത് തന്നെയാണ് അദ്ദേഹത്തെ ഒരു ടീം പ്ലെയറാക്കി മാറ്റുന്നതും. 82ാമത്തെ മിനിറ്റിൽ നോർത്ത് ഈസ്റ്റിന്റെ വകയുള്ള ഒരു ലോങ് ത്രോയിൻ, ആ ലോങ് ത്രോയിൻ ടാർഗറ്റ് മാനിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം അവിടെ എത്തി അത് ജമ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മൂക്കിന് ഇടി കിട്ടിയെന്ന് തോന്നുന്നു, കാര്യമാക്കിയില്ല. ആ ക്ലിയർ ചെയ്ത പന്ത് അതേപോലെ തന്നെ ഒരു ക്രോസ് ആയിട്ട് തിരിച്ച് ബോക്സിലേക്ക് വരുന്നു. NDA ഫാൾ തന്നെ ജമ്പ് ചെയ്ത് അക്രോബാറ്റിക്കലി ഇത് ക്ലിയർ ചെയ്യുന്നു. കളി ഡ്രോ ആയതിനു ശേഷവും നോർത്ത് ഈസ്റ്റ് നമ്മുടെ ബോക്സിലേക്ക് പന്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മക്കാറ്റിൻ റൈറ്റ് വിങ്ങിൽ ഓടുന്ന പ്ലെയറിലേക്ക് നൽകുന്ന ഒരു ത്രൂ പാസ്. ബോക്സിൽ റിൻസുവളയും ഫാളുവിനെയും നിങ്ങൾക്ക് കാണാം. റിൻസുവള സെക്കൻഡ് പോസ്റ്റിലേക്ക് റൺ ചെയ്യുന്നു ക്രോസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ ഫാളുവിന് അറിയാമായിരുന്നു എവിടെ ക്രോസ് വരുമെന്ന്. റിൻസുവളക്ക് മുമ്പിലേക്ക് ഒരു ടാപ്പിന് വേണ്ടി പൊക്കോണ്ടിരുന്ന ആ ബോൾ കൃത്യമായി ജഡ്ജ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ഇത്തവണയും ഫാളുവിന് സാധിക്കുന്നു. ഈ പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പന്ത് എവിടെ വരുമെന്നുള്ള കൃത്യധാരണ NDA ഫാളുവിനുണ്ട്. കളി ഫിസിക്കലി വിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് NDA ഫാളു. അതിന്റെ ഇടയിൽ ഒരാൾ ഒരു സംശയം ചോദിച്ചു, ഇദ്ദേഹത്തെ നിലനിർത്തിയാൽ ഗുണമുണ്ടാകുമ്പോൾ ISLന്റെ പെർഫോമൻസ് ഈ വർഷം താഴേക്കല്ലേ പോയത്, അടുത്ത വർഷം വീണ്ടും ഉയരുമ്പോൾ ഇദ്ദേഹത്തിന് ആ സ്റ്റാൻഡേർഡുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇത്തവണ ലീഗിലെ തന്നെ ടോപ്പ് സെന്റർ ബാക്കുകളിൽ ഒന്നായി അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ചുളുവിലയിലായിരിക്കുമല്ലോ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. സംശയം തോന്നുന്നതിൽ ഈ ഒരു വേജിൽ ഇദ്ദേഹത്തെ നിലനിർത്താൻ സാധിക്കുകയും അടുത്ത വർഷം പുതിയ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരു സെന്റർ ബാക്കിനെ കൂടെ വിദേശ താരത്തെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തി കോമ്പറ്റീഷൻ സ്ക്വാഡിൽ ഉണ്ടാവുകയും അത് ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. ടോപ്പ് ക്ലബ്ബുകളെല്ലാം തന്നെ അങ്ങനെയാണ് ചെയ്യുക. എന്താണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹത്തെ നിലനിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വീഡിയോ അവസാനിക്കുന്നു. നന്ദി.